കിടക്കാം. എപ്പിസോഡിന് തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ ബോന്തിനെ ചീത്ത പറയാണ്. നീ ഇനി അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് നീ പറയരുത്. ഇത് എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് മരുന്ന് കഴിച്ചാൽ മാറാവുന്ന കാര്യമുള്ളൂ. നീ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ബോന്തിനെ അവൻ അവിടുന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ബോന്തിതാണെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ത്രിലോചന അവനോട് പറയാണ്, അവൾ ചെറിയ കുട്ടിയാണ്, അവളെ ചീത്ത പറഞ്ഞ് അവൾ പോയി. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നീ എനിക്ക് മറുപടി തന്നേ പറ്റുള്ളൂ. ഇപ്പോഴുടെ എങ്ങനെ വീട്ടിൽ നിർത്തുക? അവൾ അശുദ്ധല്ലേ? മാത്രമല്ല ഏകാദശിയുടെ പൂജ 6 ദിവസം കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോവാണ്. അപ്പോൾ വീട്ടിൻ്റെ മുക്കും മൂലയും കിച്ചണും എല്ലാം നല്ല വൃത്തിയിൽ കിടക്കണം. അപ്പോൾ ഇവിടെ ഒരു അശുദ്ധമായൊരു സ്ത്രീനെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്നിങ്ങനെ ത്രിലോചന ഇങ്ങനെ പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, കാക്ക എന്തിനാണ് പിന്നെയും അവളിങ്ങനെ അശുദ്ധം എന്ന് പറയുന്നത്? അത് അവളുടെ ഒരു ചീത്ത ശീലമാണ്. അത് നമ്മൾ മാറ്റാമെന്ന് വിചാരിച്ചാൽ മാറ്റാൻ പറ്റും. അവൾക്ക് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കൊടുത്താൽ അത് മാറാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് മാറ്റാമെന്നിങ്ങനെ പറയുമ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ്, നീ മുണ്ടാണ്ടിരിക്കാൻ അനിരുദ്ധ്, നീ കുറേ ആയല്ലോ പറയണ. നിനക്ക് ഈ വിശ്വാസമുള്ള പോലെ തന്നെയാണ്, വിശ്വാസം എത്ര വലുതാണോ അതേപോലെ തന്നെയാണ് കാക്കയുടെ പൂജകളും എല്ലാ കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ അനിരുദ്ധിൻ്റെ അച്ഛൻ അനിരുദ്ധിൻ്റെ ചീത്ത പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അനിരുദ്ധ് പറയാണ്, കാക്കയുടെ പൂജയ്ക്ക് എന്തായാലും അശുദ്ധമാവാൻ പോകുന്നില്ല, അത് അതിൻ്റെ പവിത്രതയോടെ തന്നെ നടക്കും, അതിനെന്തായാലും ഞാൻ തടസ്സം നിൽക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ്, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവളെ അപ്പത്തേക്കും ഇതൊക്കെ മാറ്റാൻ പറ്റുമോ എന്ന് എനിക്കെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ ആ സമയമാകുമ്പോഴേക്കും ബോന്തിത്തയുടെ ഈ ചീത്ത സ്വഭാവമൊക്കെ മാറ്റും, അവളെ മാറ്റിയെടുക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ അച്ഛൻ അവനെ പുച്ഛിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം, അവനെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിക്ക്. എന്നിട്ട് അവനോട് സമ്മതമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ സമ്മതമാണെന്ന് ഇങ്ങനെ അവന് ഉറച്ച തീരുമാനത്തിൽ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറയാണ്, അന്ന് ഇത് നടന്നില്ലെങ്കിൽ, അവളുടെ ഈ സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കി തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ അവനും അതിന് സമ്മതിക്കുകയാണ്. അപ്പോൾ സൗദാമിനി ഇങ്ങനെ മനസ്സിൽ പറയാണ്, അനിരുദ്ധ് ഞാൻ ഈ ചലഞ്ചിന് തയ്യാറാണ്, 6 ദിവസത്തിനുള്ളിൽ നിന്നെയും ബോന്തിനേനും തമ്മിൽ ഞാൻ അകറ്റിയിരിക്കും, അവളെ എന്തായാലും അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ അയച്ചിരിക്കുന്നു അവളിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ത്രിലോചനോട് പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ, എൻ്റെ അമ്മമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ ത്രിലോചന അവളോട് പറയാണ്, പെൺകുട്ടികളായ നേരത്തെയും കാലത്തും വീട്ടിലേക്ക് പോകണം, അതോ ഇല്ലെങ്കിൽ ഈ ഗ്രാമനിവാസികൾ പറയും ഈ പെണ്ണ് എപ്പോഴും ഞങ്ങളുടെ വീട്ടിലാണെന്നിങ്ങനെ, റോയ് ചൗധരിയുടെ വീട്ടിലാണ് എപ്പോഴും ഈ പെണ്ണ് നിൽക്കണമെന്നിങ്ങനെ പറയുമ്പോൾ സൗദാമി അങ്ങനെ ചമ്മിട്ട് നിൽക്കുകയാണ്. അവളിനെ ആകെ അപമാനിക്കുകയാണ് ത്രിലോചന അവിടെ ചെയ്തത്. അപ്പോൾ അനിരുദ്ധിന് ഇതൊക്കെ കേട്ടിട്ടൊരു ജാതി ആവുന്നുണ്ട്. ബോന്തിനെയാണ് കാണിക്കുന്നത്. ബോന്തി ഒരു ബുക്ക് ഷെൽഫിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ്, എൻ്റെ ഭർത്താവ് ഒരു ദുഷ്ടനാണ്, ഒരു രാക്ഷസനാണ്, എന്നെ ചീത്ത പറഞ്ഞു, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നിന്ന് തേങ്ങിയിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് അനിരുദ്ധ് വരുന്നത്. അപ്പോൾ അനിരുദ്ധ് ബോന്തിയോട് പറയാണ്, നീ ബുക്ക് ഷെൽഫിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വായോ, എന്നാലല്ലേ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ബോന്തി പറയണേ, എനിക്ക് എൻ്റെ മുഖം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, എന്നാൽ ശരി ഞാൻ കണ്ണടച്ച് നിൽക്കാം, നീ ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തി പറയാണ്, നിങ്ങൾ കണ്ണടച്ചിട്ട് എന്താ കാര്യം, അപ്പോൾ ബാക്കിയുള്ളവർ എന്നെ കാണില്ലേ, അപ്പോൾ ഞാൻ ഈ നാണം കെട്ട മുഖം വെച്ചിട്ട് എങ്ങനെ എല്ലാവരും മുമ്പിൽ നിൽക്കുക, ഇപ്പം എനിക്കല്ലേ നാണക്കേട് ഇതിൻ്റെ ഒക്കെ എന്നിങ്ങനെ അനിരുദ്ധിനോട് പറയണ്ട. അപ്പോൾ അനിരുദ്ധിനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. അവനിങ്ങനെ ബോന്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവളോട് അവൻ പറയാണ്, നിനക്കെന്നെ വിശ്വാസമല്ലേ ബോന്തിത, നീ പുറത്തേക്ക് വായു എന്ന് പറയുമ്പോൾ അവൾ പറയാണ്, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കാനുള്ള കാരണം നിങ്ങളാണ്, നിങ്ങൾ എന്നെ പറഞ്ഞയച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ദേഷ്യം വന്നിട്ട് പറയണേ, ഞാനിപ്പോൾ നിൻ്റെ അടുത്തേക്ക് വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ടാണ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അല്ല, നീ എന്തിനാ നിന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നത്? ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, ഇതിപ്പോൾ നീ ഈ കിടക്ക നനക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്നിട്ട് പറയാൻ, എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ, എൻ്റെ അമ്മയുടെ അടുത്ത് പോയാൽ ഇതൊക്കെ മാറുള്ളൂ എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇത് പറയാണ്, നീ ഇപ്പോൾ നിനക്ക് വിശന്നാൽ നിൻ്റെ അമ്മയാണോ ഭക്ഷണം കഴിക്കുക? അല്ലല്ലോ, അതിന് നീ തന്നെ ശ്രമിക്കണം, നീ തന്നെ കഴിക്കണ്ടേ, എന്നാലല്ലേ ഇതൊക്കെ മാറുള്ളൂ, നിൻ്റെ വിശപ്പ് മാറുള്ളൂ. അതേപോലെ തന്നെ ഈ കാര്യം നീ ചെയ്താലേ ഇത് നിനക്ക് മാറ്റാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നിൻ്റെ അമ്മ ചെയ്താലല്ലേ ഇത് മാറ്റാൻ പറ്റുക എന്നൊക്കെ അനിരുദ്ധ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ഞാനില്ലേ നിൻ്റെ കൂടെ, ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും, ഇത് നമുക്ക് രണ്ടാൾക്കും കൂടി മാറ്റാവുന്നതേ ഉള്ളൂ ബോന്തിത്ത, നമുക്കിത് മാറ്റേണ്ടേ, ഈ സ്വഭാവം നമുക്ക് മാറ്റേണ്ടേ എന്നിങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവൻ ദേഷ്യം വന്നിട്ട് പറയാണ്, നിനക്ക് ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുക, സ്നേഹത്തോടെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ചീത്ത പറഞ്ഞാലോ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് മാറ്റേണ്ടതെന്ന് ഭയങ്കര ദേഷ്യത്തിൽ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പേടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എണിച്ച് പോയിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ അവളെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അവളിങ്ങനെ ഒരുപാട് വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സൗരഭിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ സൗരഭിൻ്റെ രണ്ടാനമ്മ ഒരു കുട എടുത്തിട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇഷ്ടത്തില്ലേ ആള്. അപ്പോൾ ഇത് കണ്ടിട്ട് സമ്പൂർണ്ണം ഓടി വന്നിട്ട് പറയണം, അമ്മ ഇത് എനിക്ക് തന്നോ, ഞാൻ പോയിട്ട് നിറച്ചിട്ട് വരാം, ഈ കുടത്തിൽ വെള്ളം ഞാൻ നിറച്ചിട്ട് വരാമെന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്.
അപ്പോൾ ആ ദുഷ്ടത്തി അവളുടെ മുടി ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് പറയണം, മോളുടെ മുടിയൊക്കെ നനഞ്ഞിട്ടേ ഇരിക്കണേ, ഇത് പോയിട്ട് മോൾ ഉണക്ക്, ഞാൻ കൊടുന്നോളാം, ഇത് എനിക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളിനെ വീടിൻ്റെ ഉള്ളിലേക്ക് വിടാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നമ്മുടെ സൗരഭ് വരുന്നത്. അപ്പോൾ സൗരഭ് വരുന്നത് കണ്ടപ്പോൾ ഈ ദുഷ്ടത്തി അഭിനയിക്കുകയാണ്, കാലുകൊണ്ട് വയ്യാത്ത പോലെ അങ്ങനെ അഭിനയിക്കുകയാണ്. സൗരഭ് അമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാല് വേനാവണം മോനെ, എന്താ ചെയ്യുക, ഇനിയിപ്പോൾ വെള്ളം നിറക്കണ്ടേന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൗരഭ് ഇങ്ങനെ സമ്പൂർണ്ണ അവിടെ നിന്ന് മുടി ഇങ്ങനെ ഉണക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ഇത് ചെയ്യില്ലെന്ന് പറയുമ്പോൾ പറയാണ്, അവളിപ്പോൾ പുതിയ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ, അവളിനെ എന്തിനാ ബുദ്ധിമുട്ടിക്കണ്, അല്ല അവൾക്ക് ഇതിലും പ്രധാനം ആ മുടി ഉണക്കണതാവും, വെള്ളം കൊണ്ടുവരണതൊന്നും അവൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നിങ്ങനെ സൗരഭിനെ കൊണ്ട് അവളെ ചീത്ത പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ദുഷ്ടത്തി ഇങ്ങനെ പറയുന്നുണ്ട്. അത്രയല്ല, സൗരഭിൻ്റെ പാവ അമ്മനെ കൊണ്ട് അവളിനെ കുറിച്ച് കുറ്റം പറയിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ റോയ് ചൗധരിത്തെ മരുമോളുടെ ചേച്ചി ആയതുകൊണ്ട് അവൾ വീട്ടിലത്തെ ഒന്നും ചെയ്യില്ല, നമ്മളൊക്കെ ഈ വീട്ടിലത്തെ വേലക്കാരിയാണെന്നൊക്കെ അവൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ ദുഷ്ടത്തി. അപ്പോൾ സൗരഭ് ഇത് ഞാൻ ചോദിക്കാം, അവളോട് പോയി ചോദിക്കാം, അവളിനെ കൊണ്ട് തന്നെ ഇത് ഞാൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ ദുഷ്ടത്തി ഇങ്ങനെ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്, മോനെ പോവണ്ട, അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം, അവളെ പറഞ്ഞ് മനസ്സിലാക്കാം, നമുക്ക് ഇതൊന്നും നീ പോയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഇങ്ങനെ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്. ആ സ്ത്രീ സൗരഭിനെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ജോലിക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് സൗരഭിൻ്റെ അമ്മോട് സമ്പൂർണ്ണനെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്, അവളുടെ സ്ത്രീധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ആ സ്ത്രീ. ആ സ്ത്രീനെ അവിടെ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനും മോന്തേനാണ്. അനിരുദ്ധ് മോന്തേനെ കിച്ചണിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ത്രിലോചൻ അവരോട് നിൽക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് പറയാണ്, മോന്തിതക്ക് ഞാൻ എന്തായാലും കിച്ചണിക്കും പിന്നെ പൂജാമുറിക്കും കിടക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ ബോന്തിത പറയണം, എൻ്റെ അമ്മയുടെ അടുത്ത് കാക്കി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ എന്ന് അവനോട് ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയണം, നിനക്കാരും ഭക്ഷണം തരാണ്ടിരിക്കൊന്നുമില്ല, നിനക്ക് ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ത്രിലോചന് അപ്പോൾ പറയാണ്, ഞാൻ നിനക്ക് ഭക്ഷണം തരില്ല എന്നല്ല പറഞ്ഞത്, നിനക്ക് ഭക്ഷണം തരും, പക്ഷേ ഇവിടെ എല്ലാവരും ഒപ്പം ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ പൂജാമുറിയിലും കിച്ചണിലൊന്നും ഇരിക്കാൻ പറ്റില്ല, നിനക്ക് അവിടേക്ക് കടക്കാൻ പറ്റില്ല, നീ അശുദ്ധി ഉള്ളതാണ് എന്നിങ്ങനെ ത്രിലോചൻ പറയാണ്. അനിരുദ്ധ് നിങ്ങൾ പറയുന്നത് തന്നെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് ബോന്തോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവന് കിച്ചണിലേക്ക് പോവുകയാണ്. എന്നിട്ട് അപ്പോൾ ബോന്ത് വിചാരിക്കും അവൾക്ക് രസഗുള എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അവനൊരു കുടവും നിറയെ വെള്ളം എടുത്തിട്ടാണ് വരുന്നത്. എന്നിട്ട് അവൻ അവളോട് പറയാണ്, ഇത് ഫുള്ള് നിനക്ക് കുടിക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ അവൾ പറയാണ്, ഇത് ഫുള്ളോ, എന്തപ്പോൾ ഇത് എൻ്റെ വയറൊക്കെ പൊട്ടി പോകില്ലോ, ഇതൊക്കെ ഒപ്പം കുടിച്ചാന്ന് പറയുമ്പോൾ അവൻ പറയാണ്, ഇത് നിനക്ക് ഒപ്പം കുടിക്കാനുള്ളതല്ല, ഇത് 8 വട്ടമായിട്ട് ഒരു ദിവസം നിനക്ക് കുടിക്കാനുള്ളതാണ്, ഇതിൽ കൂടുതൽ നീ വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ അവളോട് ഇങ്ങനെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൾക്കൊരു വാച്ചും കൊടുക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട്, ആകെ 6 ദിവസമുള്ള നിൻ്റെ കയ്യിൽ, അതിനുള്ളിൽ നിനക്ക് ഇവളുടെ ഈ ചീത്ത സ്വഭാവം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും, ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് ത്രിലോചൻ ഇങ്ങനെ അവനെ പുച്ഛിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ബോന്തിതയാണെങ്കിൽ അവൾക്ക് കയ്യിൽ കൊടുത്ത വാച്ചുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അവൾക്ക് സമയം നോക്കാനോ ഒന്നിനും അറിയില്ല. പക്ഷേ അവന് അറിയില്ല, ബോന്തിതക്ക് പഠിപ്പില്ല, വിദ്യാഭ്യാസം ഇല്ല, ഇതൊന്നും നോക്കാൻ അറിയില്ല എന്നുള്ള കാര്യം അനിരുദ്ധിന് അറിയില്ല. എന്നിട്ട് അവൾ എനിക്കിത് നോക്കാൻ അറിയില്ല എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് സൗരഭ് വരികയാണ്. എന്നിട്ട് സൗരഭ് അനിരുദ്ധിനോട് പറയാണ്, ഇവിടെ സിറ്റി കൗൺസിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ അനിരുദ്ധ് നല്ല സന്തോഷത്തിൽ പറയണം, ഇത് നല്ല സന്തോഷ വാർത്തയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അവൻ എല്ലാവരോടും കൂടി പറയാണ്, ഇത് വലിയൊരു കാര്യമാണ്, ഞാൻ അവരെ ക്ഷണിച്ചത് ആ പബ്ലിക് ടോയ്ലറ്റിൻ്റെ കാര്യം സംസാരിക്കാനാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയാന്ന് പറഞ്ഞിട്ടില്ലേ ഒരു പബ്ലിക് ബാത്റൂം, അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഇവരെല്ലാവരോടും വരാൻ പറഞ്ഞത്, അപ്പോൾ അവർ എൻ്റെ ക്ഷണം സ്വീകരിച്ചില്ല, അതെന്നെ എന്തോ ഒരു വലിയ കാര്യമെന്ന് അവനിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ സോംനാഥിനോട് പറയാണ്, സോംനാഥെ ഇനി നീയാണ് നോക്കേണ്ടത്, ബോന്തിത വെള്ളം കുടിക്കുന്നുണ്ടോ, അതിൽ നിന്നല്ലേ വെള്ളം കുടിക്കണ്, എത്ര കുടിക്കണമെന്നൊക്കെ നീയാണ് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ അവൻ നോക്കാമെന്ന് അവനോട് പറയുന്നുണ്ട്. പിന്നെ സൗദാമിനെ കാണിക്കുകയാണ്. സൗദാമിൻ ഇങ്ങനെ അവളുടെ വീടിൻ്റെ ബാൽക്കണിയിൽ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് ബോന്തിതേനെ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ബോന്തിതേനെ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കണം, അതിനിപ്പോൾ ഞാൻ അനിരുദ്ധിനോടൊന്നും പറയാൻ പറ്റില്ല, ഇനി ബോന്തിതേനെ വിഡ്ഢിയാക്കിയിട്ട് അവളെ കൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ നിന്ന് പുറന്തള്ളിപ്പിക്കണം, അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നിങ്ങനെ സൗദാമിനും മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് 35ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇത് ചെയ്തതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒന്ന് പറയണേ, എന്നാലേ എനിക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ പറയുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.